ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മലയാളം സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഇന്ന് നല്ല ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ പറയാം? ഇന്ന് നല്ല ദിവസം ആണ്. ഞാൻ എഴുതാൻ പോവാണേ. ടുഡേ. Today is a good day. Today is a good day. ഇന്നെന്ന് പറഞ്ഞാൽ ടുഡേ, നല്ലത് ഗുഡ് ഡേ, ദിവസം. ഇന്ന് നല്ല ദിവസമാണ്. ടുഡേ ഈസ് എ ഗുഡ് ഡേ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് എഴുതാം. ദയവായി വേഗം വരൂ. ദയവായി വേഗം വരൂ. അപ്പോൾ ഇവിടെ ദയവായി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് പറയണേ? പ്ലീസ് വേഗം വരൂ. എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് എങ്ങനെ പറയണേ? കം. പ്ലീസ് കം. വേഗം വരൂ. പ്ലീസ് കം. വേഗത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ക്യുക്ക്. വേഗം എന്ന് പറഞ്ഞാൽ കുക്ക്. അപ്പം വേഗം എന്ന് പറയണേ പ്ലീസ് കം ക്വിക്ക്ലി. പ്ലീസ് കം ക്വിക്ക്ലി. ദയവായി വേഗം വരൂ. പ്ലീസ് കം ക്വിക്ക്ലി. ഇനി നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. ഞാൻ തേർഡ് പോയിന്റ് എഴുതാൻ പോവുകയാണ്. മലയാളത്തിലാണ് എഴുതാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതാൻ തുടങ്ങിയത്. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്താ? എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ്. മനസ്സിലാക്കി എന്താ ഇംഗ്ലീഷിൽ പറയണത്? അണ്ടർസ്റ്റുഡ്. എനിക്ക് മനസ്സിലായി. അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇവിടെ എന്താ? അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റുഡ് പാസ്റ്റ് ടെൻസിലോട്ട് ആക്കിയത്. അണ്ടർസ്റ്റുഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ അത് പ്രസൻറ്റ് ടെൻസ് അല്ലേ. അപ്പം ഇത് പാസ്റ്റ് ടെൻസിലോട്ട് ആക്കിയപ്പോഴാണ് അണ്ടർസ്റ്റുഡ് ആക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ദയവായി പതിയെ സംസാരിക്കൂ. അപ്പോൾ നമ്മൾ കുറച്ചും പഠിച്ചായിരുന്നു. ദയവായുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? പ്ലീസ്. പെതിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ, സ്ലോലി. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്പീക്ക്. സംസാരിക്കുക ഇംഗ്ലീഷിൽ പറയുന്നത് സ്പീക്ക്. അപ്പോൾ ഇവിടെ നമ്മളിത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ദയവായി പതിയെ സംസാരിക്കൂ. പ്ലീസ് സ്പീക്ക് സ്ലോലി. ദയവായി പതിയെ സംസാരിക്കൂ. പ്ലീസ് സ്പീക്ക് സ്ലോലി. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. എനിക്ക് ഇംഗ്ലീഷ്
സംസാരിക്കാൻ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിക്കണം. അപ്പോൾ നമുക്കിതിനെ ഇംഗ്ലീഷിലോട്ട് പറയാം. എനിക്കെന്ന് പറയാൻ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷിലോട്ട്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് സ്പീക്ക്. പരിശീലിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? പ്രാക്ടീസ്. സംസാരിക്കുക, സ്പീക്ക്, പരിശീലിക്കും എന്ന് പറയുന്നത് പ്രാക്ടീസ്. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ എഴുതാൻ പോവാണ്. I want to practice speaking English. എനിക്കെന്ന് പറയുന്നത് I want to practice എന്ന് പറയുന്നത് പരിശീലിക്കണം. സ്പീക്കിംഗ്, I want to practice speaking English. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതാണ് I want to practice speaking English. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് വരെ നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഞാൻ എഴുതുകയാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതാൻ പോവാണ്. I am from India. അപ്പോൾ ഇവിടെ I am from India. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രം ചേർക്കണം. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ I am from India എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു ചെറിയ വേർഡ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇന്ന് മഴ പെയ്യുന്നു. അപ്പോൾ ഇത് ഇംഗ്ലീഷിലോട്ട് എഴുതാൻ പോവാണ്. It is raining today. മഴയുടെ ഇംഗ്ലീഷ് വേർഡാണ് റെയിൻ. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ എന്ന് പറയുന്നത്. ഇന്ന് മഴ പെയ്യുന്നു. ഇറ്റ് ഈസ് റെയിനിങ് ടുഡേ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് പോയിന്റ് എനിക്ക് സമയം ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എനിക്ക് സമയം ഇല്ല. I don't have time. എനിക്ക് സമയം ടൈം ഇല്ലയ്ക്ക് പകരം നമ്മളിവിടെ I don't യൂസ് ചെയ്തത്. I don't have time. നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഒരു ചെറിയ ഇതാണ് വരുന്നത്, ചെറിയ വേർഡ്. ശ്രദ്ധിക്കുക എന്താ? ബി കെയർഫുൾ. ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ബി കെയർഫുൾ.
അപ്പോൾ ഇനി എന്താ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദയവായി ഇവിടെ ഇരിക്കൂ. ദയവായി ഇവിടെ ഇരിക്കൂ. അപ്പോൾ ഇതിനെ ദയവായി എന്താ പ്ലീസ് ഇവിടെ എന്ന് പറയുന്നത് എന്താ ഇംഗ്ലീഷിലോട്ട് ഹിയർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹിയർ. ഇരിക്കുക സിറ്റ്. പ്ലീസ് സിറ്റ് ഹിയർ. പ്ലീസ് സിറ്റ് ഹിയർ. ദയവായി ഇവിടെ ഇരിക്കൂ. അപ്പം നെക്സ്റ്റ് എഴുതാൻ പോവാണ്. ഞാൻ പിന്നീട് വേറൊരു പേന എടുത്ത് തെളിയുന്നില്ല. ഞാൻ പിന്നീട് വിളിക്കാം. നമുക്ക് വേറൊരു പേന എടുത്തിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കണത്? ഞാൻ പിന്നീട് വിളിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എന്ന് പറയുന്നുണ്ട് ഐ. പിന്നീട് എന്ന് പറഞ്ഞാൽ ലേറ്റർ. വിളിക്കുക എന്ന് പറഞ്ഞിരുന്ന കോൾ. അപ്പോൾ ഞാൻ പിന്നീട് വിളിക്കാം. I will call later. I will call later. ഞാൻ പിന്നീട് വിളിക്കാം. നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോവാണ്. ഈ പേന വർക്കാവണില്ലേ? നെക്സ്റ്റ് പോയിന്റ്. ഇപ്പം ഞാൻ റെഡ് ഇങ്ക് ഇപ്പോൾ യൂസ് ചെയ്തു, കാരണം ബ്ലാക്ക് പെൻ വർക്ക് ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ നെക്സ്റ്റ് പോയിന്റ് എഴുതുന്നത് എന്താ? നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. യു ആർ. സ്വാഗതം എന്താ? വെൽക്കം. യു ആർ വെൽക്കം. You are welcome. The next point. സുഖമായി ഉറങ്ങൂ. ഇതിനെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സുഖമായി ഉറങ്ങൂ. സുഖം എന്ന് പറഞ്ഞാൽ എന്താ? വെൽ. ഉറങ്ങൂ. സ്ലീപ്പ്. വെൽ. സുഖമായി ഉറങ്ങൂ. സ്ലീപ്പ് വെൽ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദയവായി എന്നെ സഹായിക്കൂ. ദയവായുടെ ഇംഗ്ലീഷ് എന്താ? പ്ലീസ് ഹെൽപ്പ് മീ. സഹായിക്കൂ. ഹെൽപ്പ്. പ്ലീസ് ഹെൽപ്പ് മീ. ദയവായി എന്നെ സഹായിക്കൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ലാസ്റ്റ് എഴുതാം. എനിക്കിത് വാങ്ങണം. അപ്പം എനിക്ക് ഇത് this വാങ്ങണം. ബൈ. I want
ടു ബൈ ദിസ്. ഐ വോണ്ട് ടു ബൈ ദിസ്. അപ്പോൾ ഇത് ബൈ ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. എനിക്ക് ഐ വോണ്ട് ടു ബൈ ദിസ്. അപ്പോൾ ഇന്ന് കുറച്ച് സെൻറ്റൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.